ഓണറേറിയം വർധനവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് ഒരു മാസം. വിവാദങ്ങളും അധിക്ഷേപ പരാമർശവും പോലീസ് ഇടപെടലും ഒക്കെ വന്നതോടെ സമരത്തിന് വൻ ജനപിന്തുണയാണ് ലഭിച്ചത്. മാസം 1 കഴിഞ്ഞിട്ടും സർക്കാർ ഇടപെടൽ വൈകുന്ന പശ്ചാത്തലത്തിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആശമാരുടെ സമരം. വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി 10 തുടങ്ങിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സമരം വെയിലും മഴയുമേറ്റ് 30ാം നാളിൽ എത്തി നിൽക്കുമ്പോഴും സമരവീര്യം ഒട്ടും ചോർന്നിട്ടില്ലെന്നതിന് കടന്നുപോയ രാപ്പകലുകൾ തന്നെ സാക്ഷി. പിന്തുണയില്ലാതെ തുടങ്ങിയ പോരാട്ടം. ഇതിനിടയിൽ ചർച്ചയ്ക്ക് വിളിച്ചതിന് പിന്നാലെയുള്ള സംസ്ഥാന സർക്കാരിന്റെ കൈമലർത്തൽ, CITU ഉൾപ്പെടെയുള്ള ഇടത് അനുകൂല സംഘടനകളുടെ രൂക്ഷ വിമർശനം, ബദൽ സമരമുഖങ്ങൾ. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും പിന്മാറാൻ തയ്യാറാകാതിരുന്നതോടെ സമരപ്പന്തലിലേക്ക് ജനപിന്തുണ ഒഴുകിയെത്തി. ഐക്യദാർഢ്യവുമായി കോൺഗ്രസും BJPയും കൂടി എത്തിയതോടെ ആശമാരുടെ സമരത്തിന്റെ ചൂട് കേരളം കണ്ടു. നിയമസഭയിലും പിന്നാലെ പാർലമെന്റിലും വരെ ആശമാരുടെ സമരമെത്തി. രണ്ടാം ഘട്ട സമരമുഖം തുറക്കുമ്പോഴും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിനോടും വകുപ്പിനോടും ആശമാർക്ക് ഒന്നേ പറയാനുള്ളൂ. നമ്മുടെ സർക്കാർ ഈ സമരത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോഴും കാണിക്കുന്നത്. ഈ സമരസമിതിയെ വിളിച്ച് ചർച്ച ചെയ്യുവാനോ നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകളെ കുറിച്ച് ചർച്ച ചെയ്യുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ഉയർന്ന സമര രീതികളിലേക്ക് പോകേണ്ടതുണ്ട്. ഈ മാസം 17 നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം ആശാപ്രവർത്തകരെയും എത്തിക്കാനാണ് നീക്കം. വിവിധ സംഘടനകളുടെ പിന്തുണയും ആശാ വർക്കർമാർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഡാൻ കുര്യൻ ആശാവർക്കർമാരുടെ സമരപ്പന്തലിന് ചേർന്നു. ഡാൻ, ഒരു മാസം പിന്നിടുമ്പോഴും ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഇനിയില്ല. അതുകൊണ്ട് തന്നെ ഇതേത് തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധം കടുപ്പിക്കലിലേക്ക് നീങ്ങുകയാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം ഉൾപ്പെടെ? ആശാവർക്കർമാരുടെ സമരം 30 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഒരു മാസം കഴിയുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് വളയൽ ഉൾപ്പെടെയുള്ള രണ്ടാം ഘട്ട സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആശാവർക്കർമാർ. ഈ 30 ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആശാവർക്കർമാർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിനടിയിലെ സമരവേദിയിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നിങ്ങൾ എവിടുന്ന് എത്തുന്നത്? തൃശ്ശൂർ ജില്ലയിലെ ഇന്നാണോ വന്നേ? ഇന്നലെ വന്നു. ഇത്തിരി പുലർച്ചയ്ക്കാണ് 4 മണിക്ക് എത്തിയത് ഇവിടെ. ആണോ? അപ്പൊ ഇവിടെ തുടർന്ന് അങ്ങോട്ട് ഉണ്ടാകുമോ അതോ ഇന്നൊരു ദിവസത്തേക്കാണോ? വരും, 15 വരും. അപ്പൊ അവിടെ എങ്ങനെയാണ് സാഹചര്യം? അതായത് ഇവിടെ ഒരു മാസമായി ഈ സമരം ഇങ്ങനെ തുടരുകയാണ്. അപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സമരവുമായി ഇങ്ങനെ തന്നെ ജില്ല മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ അവിടെയൊക്കെ ആശാ വർക്കർമാർക്കിടയിൽ ഒരു ഭിന്നതയുണ്ടോ ഇതിലേക്ക്? അതായത് ഈ സമരം ഇങ്ങനെ തുടരുന്നതിലെ അത് ഒത്തീർപ്പാക്കാത്തതില് അവിടെ പൊതുവെ അതായത് CITUവിന്റെ ഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. പാർട്ടി പറയാൻ പറ്റില്ല. ഞങ്ങളോട് ആശമാരെന്ന് പലരും പല ആൾക്കാരാണ്. അവര് തമ്മിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വരണ്ടേലും ഞങ്ങൾ തന്നെ കുറച്ച് പേര് വന്നിട്ടുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിൽ പ്രശ്നമുള്ളവരുണ്ടായിരുന്നു? ഉണ്ടാവാം, ഉണ്ട്. അപ്പൊ ഇവരെല്ലാരും നിങ്ങളെല്ലാം തൃശ്ശൂരിൽ നിന്നാണ്? 4 പേര് തൃശ്ശൂരിൽ നിന്നാണ്. ഓക്കെ, നിങ്ങൾ എവിടെ നിന്നാണ്? പാലക്കാട്. ഓക്കെ ചേച്ചി, എത്ര പേരാണ് പാലക്കാട് സമരത്തിന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്? 12 പേര്. ഇന്ന് എത്തിയതാണ്. 3ാമത്തെ പ്രാവശ്യം വന്നു പോണത്. 3 പ്രാവശ്യമായി വന്നു പോണത്. ഡെയിലി ഞങ്ങളുടെ സപ്പോർട്ട് സമരത്തോടൊപ്പം തന്നെയാണ് ഞങ്ങൾ. ഇതെന്തെങ്കിലും നേടിയെടുക്കാൻ ഞങ്ങൾ പിന്മാറില്ല, ഉറപ്പാണ്. നിങ്ങൾ ഈ ജോലിക്ക് തിരിച്ചു കയറാനായിട്ട് എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? തിരിച്ചു കയറാൻ സംവരണമൊക്കെ ഉണ്ടാവില്ല. അതായത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഞങ്ങൾ ചെയ്യണമല്ലോ. ഞങ്ങളിൽ കുറച്ച് ആത്മാർത്ഥതയുണ്ട്. ഈ സമരം ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ നിത്യരോഗികളെയും ബാക്കിയുള്ളവരൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. കിടപ്പ് രോഗികളുണ്ട്, ഗർഭിണികളുണ്ട്, കുത്തിവെപ്പിക്കുന്ന പിള്ളേരുണ്ട്. ഇവർക്കൊന്നും ഞങ്ങളുടെ സഹായം കിട്ടാതെ അവർ കഷ്ടപ്പെടാൻ പാടില്ല. ആ ഒരു മനസ്സാക്ഷി ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങളുടെ സ്വയം തൊഴിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ശമ്പളം കിട്ടണോ കിട്ടണില്ലേ അതൊന്നും ഞങ്ങൾ നോക്കണില്ല. പക്ഷെ ഞങ്ങളുടെ മനസ്സാക്ഷി ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിന്റെ മനസ്സാക്ഷി പോലെയല്ല ഞങ്ങളുടെ മനസ്സാക്ഷി. ഞങ്ങൾ കുറച്ചൊരു മനുഷ്യപ്പറ്റുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്തു പോകുന്നുണ്ട്. എന്തായാലും ഈ വെയിലത്തും മഴയത്തും ഞങ്ങൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് കണ്ണു തുറക്കാത്ത ഒരു സർക്കാർ ഇതുവരെ ഒരു ഭരണത്തിൽ ഇതുവരെ ഒരു സർക്കാർ ഇതുപോലെ വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു കണ്ണീച്ചോര, എന്തെങ്കിലും ഒരു മനസ്സാക്ഷി വേണ്ട അവർക്ക്.
അവര് ചോറ് തിരുമ്പോ ഞങ്ങൾ കഞ്ഞിയെങ്കിലും കുടിക്കണ്ടേ? അങ്ങനെ ഒരു മനസ്സാക്ഷിയെങ്കിലും വേണ്ടേ അവർക്ക്? അവര് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. ഈ ക്ഷേമ പെൻഷനൊക്കെ കൊടുക്കാനായിട്ട് തന്നെ 10,000 കോടി രൂപ വേണം ഓരോ മാസവും. അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് അവർ ഉയർത്തി കാണിക്കുന്നത്. അവര് സാമ്പത്തിക പ്രശ്നം വരുത്തി വെച്ചതാണ്. ആ കഥയിലേക്കൊന്നും കടക്കണ്ട. എന്തായാലും ആശമാർക്ക് തരാനുള്ള പൈസ ഞങ്ങൾക്ക് നിത്യമായി തരണം. അവര് ഒരു ദിവസം ചായ കുടിക്കുന്ന കാശില്ല, ഞങ്ങൾക്ക് ഒരു ദിവസം കിട്ടണ വേദനയും ഒരുമിച്ചാണ് ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാസക്കാലമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എന്നിട്ടും കണ്ണു തുറക്കാത്ത സർക്കാർ ഇനി എന്ത് ചെയ്താലും കണ്ണു തുറക്കുക. ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചാലും ശരി, ഇതിൽ നിന്ന് പിന്മാറണ പ്രശ്നമേ ഇല്ല. കണ്ണു തുറക്കട്ടെ സർക്കാർ, അതുവരെ ഞങ്ങളിവിടെ നോക്കിയിരിക്കും. അപ്പോൾ അത്തരത്തിലാണ് പ്രതികരണങ്ങൾ. തൃശൂരിൽ നിന്നും പാലക്കാട് നിന്നുള്ള ആശാ വർക്കർമാർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് തിരുവനന്തപുരത്ത് നിന്നുള്ള ആശാ വർക്കർമാരാണ്. കഴിഞ്ഞ 30 ദിവസവും അവിടെ നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വരാം. യെസ് ഡാൻ, നമുക്ക് അതിലേക്ക് തിരിച്ചെത്താം. അവരിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് എത്താം. ER രാഗേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. നാഷണൽ വിവരങ്ങളുമായിട്ട് UDF MPമാർ ദില്ലിയിൽ പ്രതിഷേധിക്കുക കൂടിയാണ് ആശാവർക്കർമാരുടെ സമരത്തിൽ. രാഗേഷ്, അതിന്റെ ഒരു വിവരം ഏത് തരത്തിലാണ്? പാർലമെന്റിന് മുന്നിലാണ് MPമാരുടെ പ്രതിഷേധം. UDF MPമാർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് മഗർദ്വാറിലാണ് MPമാർ പ്രതിഷേധിക്കുന്നത്. കാരണം സമരം 30ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് UDF MPമാരുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ ഏതായാലും ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിന്റെ 1ാം ദിനമായിരുന്നു. ആദ്യ ദിനം തന്നെ ഈ വിഷയം കേരളത്തിലുള്ള UDF MPമാർ KC വേണുഗോപാൽ, ഷാഫി പറമ്പിൽ, ഒപ്പം തന്നെ തുടങ്ങിയവരൊക്കെ തന്നെ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ശശി തരൂർ തുടങ്ങിയവരൊക്കെ തന്നെ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അതായത് ഇവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം, ശമ്പളം 21,000 രൂപയായി വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ KC വേണുഗോപാൽ ഉന്നയിച്ചിരുന്നു. അതിന് തുടർച്ചയായി ഇന്നിപ്പോൾ ഏതായാലും ആ വിഷയം സജീവ ചർച്ചയാക്കി നിർത്തുകയാണ് MPമാർ. ഇപ്പോൾ 30ാം ദിനത്തിൽ സമരം 30ാം ദിനം പിന്നിടുമ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ പാർലമെന്റ് കവാടത്തിൽ MPമാർ പ്രതിഷേധിക്കുകയാണ്. അപർണ, പാർലമെന്റ് കവാടത്തിൽ UDF MPമാരുടെ പ്രതിഷേധമാണ്. കേന്ദ്ര സർക്കാർ ഇവർക്കുള്ള അലവൻസ് കൂട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം. അതുകൂടിയാണ് ഡൽഹിയിൽ നിന്നുള്ള തത്സമയം കാണുന്നത്. സംരക്ഷിക്കൂ 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 ആശമാരെ സംരക്ഷിക്കൂ ആശമാരെ സംരക്ഷിക്കൂ. ദില്ലിയിൽ UDF MPമാർ പ്രതിഷേധിക്കുമ്പോൾ ഇവിടെ ആശാവർക്കർമാരുടെ സമരം തുടരുകയും ചെയ്യുന്നു. അതായത് ഡാൻ, ഇത് കേന്ദ്ര സർക്കാർ ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കണം, ഇത് ഇരിക്കുന്ന പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ UDF MPമാരുടെ പ്രതിഷേധം പോലും നടക്കുന്നത്. ആ തരത്തിലേക്ക് കൂടി ഈ പ്രതിഷേധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം ആശാവർക്കർമാരുടെ സമരപന്തൽ ഉണ്ടാവുന്നുണ്ടോ? അതോ ഇതിൽ ഈ ദിശ സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം തിരിച്ചുവിട്ടാൽ മതി 30 ദിവസത്തിനു ശേഷവും എന്ന കൂടിയാണോ? ഈ ഡൽഹിയിൽ പാർലമെന്റിന് മുമ്പിൽ UDF MPമാര് പ്രതിഷേധമുയർത്തുകയാണ്. നിങ്ങളിപ്പോൾ ഈ സർക്കാരിനെതിരെ മാത്രമാണ് ഇങ്ങനെ ഈ ഒരു മാസമായി മുദ്രാവാക്യം മുഴക്കുന്നതും വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും. അപ്പൊ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നൊരു അവഗണന ഉണ്ടായിട്ടില്ല എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെയല്ല. നമ്മുടെ കേന്ദ്ര സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് 17 കൊല്ലമായിട്ടുള്ള ഇൻസെന്റീവ് വർധന ഉണ്ടാവണമെന്ന്. അവരോടും നമ്മൾ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. അവരോടും പറഞ്ഞു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാർ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ സാറിനോടും പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഇൻസെന്റീവ് ഉയർത്തി തരണം. കാരണം പൾസ് പോളിയോക്ക് ഞങ്ങൾക്ക് വെറും 75 രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത്. 5 ദിവസത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടിനാണ് 75 രൂപ വെച്ച് കിട്ടുന്നത്. അത് നഷ്ടമാണ്. അതൊരിക്കലും നമുക്ക് ഒരു നേരത്തെ കാപ്പിക്ക് പോലും ആവുന്നില്ല. ഞങ്ങളത് സഹിച്ച് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അതിന് മാറ്റം ഉണ്ടാവണം. അതുപോലെ വിവിധ ഇൻസെന്റീവുകൾ കൂട്ടണമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങള് കേരള സർക്കാരിന് എതിരായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ആനുകൂല്യം തരാനുള്ള അവകാശം അവർക്കുണ്ട്. കാരണം അവർ തന്നെ പറയുന്നുണ്ട് ഓണറേറിയം ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അവര് പറയുന്നത് നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് ഇവിടെയാണ്. അത് എന്തുകൊണ്ട് കാണുന്നില്ല എന്നൊരു ചോദ്യമാണ് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ 7,000 രൂപയാണ് പറയുന്നത്. ഡെയിലി 232 രൂപയാണ് ഏറ്റവും വലിയ ഓണറേറിയം എന്ന് പറയുന്നത്. നമ്മുടെ മന്ത്രിക്ക് ദിവസം കിട്ടുന്ന അലവൻസ് അല്ലേ 7,000 രൂപ. അപ്പൊ എങ്ങനെ പറയാൻ പറ്റുന്നു? ഒരു ഹ്യൂജ് ഫണ്ടാണ് എമൗണ്ട് നമുക്ക് NHMന് വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുന്നത്, NHMന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. അന്നേരം അവരെന്താണ് ചെയ്യേണ്ടത്? അടിസ്ഥാന തൊഴിലാളി വർഗത്തിനുള്ള വേതനം മാറ്റി വെച്ചിട്ട് വേണം അവർ മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിക്കുക. അല്ലാതെ ഈ കിട്ടുന്ന പൈസ എടുത്ത് മറ്റു കാര്യങ്ങൾ ചെലവഴിച്ചിട്ട് 4-5 മാസം കൂടുമ്പോൾ ഈ കഷ്ടപ്പെടുന്ന ആശമാർക്ക് കൊടുക്കുന്നതിലല്ല. ഞങ്ങളിവിടെ എപ്പോ വന്ന് സമരം ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ കുടിശ്ശിക തരുന്നത്. അത് ഇപ്പോഴാണ് ഈ കുടിശ്ശിക ഒരുമിച്ചെങ്കിലും കിട്ടിയത്. അപ്പൊ നിങ്ങൾ ഡൽഹിയിൽ സമരം ചെയ്യേണ്ടി വന്നാൽ അവിടേക്ക് പോകും? ഡൽഹിയിൽ പോയിട്ട് വന്നിട്ടാണ് ഞങ്ങൾ പോയി സമരം ചെയ്തിട്ട് വരും. നിങ്ങൾ എന്താ ഈ ID കാർഡൊക്കെ ഇട്ടുകൊണ്ട് ഇന്ന് വന്നേ?
ഡ്യൂപ്ലിക്കേറ്റ് ആശമാരെന്നാണ് പറയുന്നത്. ആരാണ് അങ്ങനെ പറഞ്ഞത്? ആരോഗ്യമന്ത്രി തന്നെ പറയുന്നത്. യഥാർത്ഥ ആശമാരെ അവര് ചേർത്ത് പിടിക്കുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ആശമാരെ തള്ളിക്കളയുന്നു. അപ്പൊ ഞങ്ങള് ഡ്യൂപ്ലിക്കേറ്റ് യഥാർത്ഥമാണെന്ന് അറിയട്ടെ. ഞങ്ങള് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇവിടെ വന്നിരിക്കേണ്ട കാര്യം തോന്നുന്നു. ഞങ്ങളെ അവകാശങ്ങൾ നേടിയെടുക്കാനല്ലേ വന്നത്. അങ്ങനെ പറയേണ്ട കാര്യം. നിങ്ങൾ പറയുന്നത് മറ്റ് ആശമാരുടെ പിന്തുണയും മറ്റ് സംഘടനയിലുള്ള പിന്തുണയും നിങ്ങൾക്ക് ഉണ്ടെന്ന് തന്നെയാണോ? അവര് ഞങ്ങൾക്കുണ്ട്. അവരെ ഭീഷണിപ്പെടുത്തി അവര് നിർത്തിയിരിക്കുന്നത്. അവരെ കൂട്ടത്ത് അവര് പേടിച്ച് നിൽക്കുന്നത്. പക്ഷെ അവര് മനസ്സുകൊണ്ട് ഞങ്ങളെ കൂടെയാണ്. യഥാർത്ഥത്തിൽ അവര് സമരത്തിലാണ്. മന്ത്രി ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ ആശയം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിത് ഇവിടെ തൊഴിലുറപ്പുകാരെ കൊണ്ടുവന്നിട്ടില്ല, അംഗൻവാടിക്കാരെ കൊണ്ടുവന്നിട്ടില്ല, കുടുംബശ്രീക്കാരെ ആരെയും കൊണ്ടുവന്നിട്ടില്ല. യഥാർത്ഥ ആശമാരാണ് ഇവിടെ നിന്ന് സമരം ചെയ്യുന്നത്. ഡാൻ കുര്യൻ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ നിന്ന് സമരം കേന്ദ്ര സർക്കാരിനെതിരെ കൂടിയാണ് എന്ന് ആശാ വർക്കർമാർ പറയുന്നു. അപ്പോഴും സംസ്ഥാന സർക്കാർ ഇതിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടെടുക്കുന്നില്ല, അധിക്ഷേപം നടത്തുന്നു എന്നുള്ളതിലാണ് പ്രതിഷേധം എന്ന പ്രതികരണമൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്.